നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അർജന്റീൻ ഫുട്ബോളിനെ ഏറെ പ്രതീക്ഷ വെക്കാവുന്ന കളിക്കാരനാണ് തിയാഗോ അൽമൈഡ. ആ രൂപത്തിലാണ് അദ്ദേഹം കഴിഞ്ഞ 2 ഇൻ്റർനാഷണൽ ബ്രേക്കുകളിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ മത്സരത്തിൽ അർജന്റീന കൊളംബിയക്കെതിരെ തോൽക്കാതിരുന്നത് അവൻ്റെ മികച്ച ഗോൾ കൊണ്ടാണ്. കളിക്ക് ശേഷം തിയാഗോ അൽമൈഡ പ്രതികരിക്കുന്നുണ്ട്. കോച്ച് ലയണൽ സ്കലോനി അൽമൈഡയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ കൂടി കേൾക്കണം. അദ്ദേഹത്തിന് അൽമൈഡയെക്കുറിച്ച് പറയാൻ 100 നാവാണ്. അൽമൈഡയുടെ വാക്കുകളിലേക്ക് നമ്മൾ ആദ്യം പോവുകയാണ്. അദ്ദേഹം കളി കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് പറയുന്നു, ഞങ്ങൾക്കെപ്പോഴും വിജയിക്കണം, ഹോമിൽ കളിക്കുമ്പോൾ വിജയിച്ചേ പറ്റൂ. പക്ഷേ അതിന് സാധിച്ചില്ലെങ്കിലും ലക്കിലി ഇവിടെ ഒരു പോയിൻ്റ് ഞങ്ങൾ രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ട്, സമനില ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്താണ് മുന്നിലുള്ളത് എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. കാമായിട്ട് നിൽക്കുക, എപ്പോഴും ഞങ്ങൾ അതിനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ മെസ്സിയിലേക്ക് എപ്പോഴും ബോൾ കൊടുക്കാൻ വേണ്ടി ഞാൻ കളിയിൽ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കറിയാമായിരുന്നു കളിക്കളത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അത് കൃത്യമായ ധാരണ ഞങ്ങൾക്കുണ്ട്, അതനുസരിച്ചാണ് കളിച്ചത് എന്നുകൂടി തിയാഗോ അൽമൈഡ പറയുന്നത്. പക്ഷേ അൽമൈഡയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരു അവസരം കണ്ടാൽ അദ്ദേഹം മടിച്ച് നിൽക്കില്ല, അത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കും, ഷോട്ട് ഉതിർക്കും, റിസ്ക് എടുക്കാൻ അദ്ദേഹം തയ്യാറാണ്. അതാണ് ഇപ്പോൾ കോച്ച് ലയണൽ സ്കലോനി കളിക്ക് ശേഷം പറയുന്നത്. അവൻ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്നു, അവൻ ട്രൈ ചെയ്യുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഫുട്ബോളർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. മടിച്ചു നിൽക്കാതെ അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി തയ്യാറാവണം. അവൻ ഒരിക്കലും ഭയക്കുന്നില്ല. ബോളിന് വേണ്ടി അവൻ മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ എപ്പോഴും നല്ല രൂപത്തിൽ അവൻ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. ഇതുപോലെ ടീമിന് കൂടുതൽ ശക്തി പകരാൻ കെൽപ്പുള്ള മറ്റ് താരങ്ങളും കൂടെയുണ്ട് എന്നുകൂടി ഇപ്പോൾ കോച്ച് പറഞ്ഞു. എന്തായാലും അൽമൈഡയുടെ ഒരു മികവതാണ്. അവസരങ്ങൾ വന്നാൽ അവൻ മടിച്ചു നിൽക്കില്ല, അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഷോട്ട് ഉതിർക്കാൻ അവനൊരു മടിയുമില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.